നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എളമ്പുലാശ്ശേരി KAUP സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. എളമ്പുലാശ്ശേരി KAUP സ്കൂളിന്റെ 75ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ വാർഷികം, സ്റ്റേജ് സമർപ്പണം, നൈപുണ്യ സംഗമം, മെഗാ തിരുവാതിര, മുൻ PTA, MPTA പ്രസിഡന്റുമാരെ ആദരിക്കൽ എന്നിവ നടത്തി. വാർഷിക പൊതുയോഗം കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KM അനീഫയുടെ അധ്യക്ഷതയിൽ K പ്രേംകുമാർ MLA നിർവഹിച്ചു. അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA സ്റ്റേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് യോഗ പരിശീലനം സമാപന പ്രഖ്യാപനം നടത്തി. നൈപുണ്യ സംഗമം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ പൊട്ടത്തോടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം K ശ്രീധരൻ മാസ്റ്റർ നിർവഹിച്ചു. P ഹരിഗോവിന്ദൻ മാസ്റ്റർ, N സാജിറ, KK ഷൗക്കത്ത്, അനസ് പമ്പറ, രജിത ടീച്ചർ, ഉമ്മർ കുന്നത്ത്, വിജിത ടീച്ചർ, C രുക്മണി, PM നാരായണൻ മാസ്റ്റർ, CP സാദിഖ്, A ശിവശങ്കരൻ, ആന്റണി മുല്ലക്കൽ, K രാമദാസൻ, A സുഗാന്തി, A ഗോപിനാഥൻ, C സുബ്രഹ്മണ്യൻ, ശിവശങ്കരൻ മാസ്റ്റർ, TP രാഘവൻ, C സനോജ്, ഹംസ പെരുമ്പടി, സുജിത്ത്, ഗംഗ, ബിനീഷ് രാജ്, സുമ S നായർ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. സഹോദരന്മാരെ, ഇത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വിശിഷ്ടമായ ഒരു ഒത്തുചേരലാണ്. എല്ലായിടത്തും സ്കൂൾ വാർഷികങ്ങളുടെ ഒരു സമയമാണ്. ഞങ്ങളൊക്കെ തന്നെ ഞാൻ പ്രേമനമായി പങ്കുവെക്കുകയായിരുന്നു. ഒരു ദിവസം ഒരു 4-5 പൊതുവിദ്യാലയങ്ങളിൽ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് പോവുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെയൊക്കെ ഒരു ശീലം. എല്ലാ വർഷവും അങ്ങനെയാണ്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ സ്കൂളുകളിലെ വാർഷികാഘോഷവും അധ്യാപകർക്കുള്ള യാത്രയപ്പും അതൊക്കെ നാടിൻ്റെ ഒരു പൊതു ഉത്സവമായി, എല്ലാവരും ഒത്തുചേരുന്ന ഒരിടമായി, ആഘോഷപൂർവ്വം ഉത്സാഹപൂർവ്വം മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്കൂൾ വാർഷികങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ സ്കൂളിൽ ഇത് 75ാം വാർഷികം, ഇവിടെ പ്ലാറ്റിനം ജൂബിലി വളരെ സമുചിതമായി നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലുള്ള ഒരു സ്കൂൾ വാർഷികമാണ്. അപ്പൊ ഇതും 75ാം വാർഷികത്തിന്റെ ഭാഗമാണ്. 75 കൊല്ലം ഈ പ്രദേശത്തെ കുരുന്നുകൾക്ക് വിദ്യ നുകർന്നു കൊടുക്കാൻ അവസരമുണ്ടായത്, അവർ വിദ്യ നുകർന്നത് ഈ സരസ്വതി ക്ഷേത്രത്തിൽ നിന്നാണ്. അപ്പൊ എത്രയോ തലമുറകൾ ഇവിടെ നിന്ന് അക്ഷരാഭ്യാസം സിദ്ധിച്ച് ഈ നാടിന്റെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ തന്നെ ഹരിഗോവിന്ദൻ മാഷ് സ്വാഗതം പറയുമ്പോൾ പറഞ്ഞു, ഇവിടെ പഠിച്ചൊരു കുട്ടി ഇതിന്റെ ഒരു പൊതുകാര്യത്തിന് അമേരിക്കയിൽ നിന്ന് ഡോളർ സംഭാവന ചെയ്ത കാര്യം പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ഒരു ലോകക്രമം അങ്ങനെയാണ്. ലോകം നമ്മുടെ വിരൽത്തുമ്പിലാണ്. ഒരു ഗ്ലോബൽ വില്ലേജാണ്. ഈ പ്രദേശത്തു നിന്നും യൂറോപ്പിലും തീർച്ചയായും ഗൾഫ് ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോ അങ്ങനെ തലമുറകളെ വാർത്തെടുത്ത ഒരു വിദ്യാലയം 75 കൊല്ലം പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിൽ നിൽക്കുകയാണ്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയവരുണ്ടാകും. അവർക്കൊക്കെ അവരുടെ ഓർമ്മകളിൽ ആ പഴയ നല്ല കാലം, ഒരു വട്ടം കൂടി എന്റെ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ ആരാണ് മോഹിക്കാത്തത്? ഇത് പ്രാഥമിക വിദ്യാലയം, പ്രൈമറി സ്കൂൾ ആയതുകൊണ്ട് നമ്മുടെ ഓർമ്മകൾക്ക് ചെറിയൊരു മങ്ങലുണ്ടാവും. തുടർന്ന് ഹൈസ്കൂളും കോളേജും ഒക്കെ ഇന്നും പച്ച പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ സ്മൃതിപഥങ്ങളിൽ. അപ്പൊ ആ ഓർമ്മകൾ വീണ്ടും വീണ്ടും ഓർത്തെടുക്കാൻ ഒരു ദിവസം, ഞാനിപ്പോ ഇവിടെ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു, വേറെ ഏതെങ്കിലും ചിന്തകളിലായിരുന്നുവെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോ ഞാൻ ഈ പറഞ്ഞ സ്പാർക്ക് പോലെ നിങ്ങളുടെ വിദ്യാലയം, നിങ്ങളുടെ കാലഘട്ടം, ആ നിക്കറിട്ട് ഉടുപ്പിട്ട് ഈ വിദ്യാലയത്തിന്റെ കളിമുറ്റത്തോടി കളിച്ചത്, ഇവിടുത്തെ ക്ലാസ് റൂമുകളിൽ അന്നത്തെ അധ്യാപകർ പാഠം ചൊല്ലിത്തന്നത് ഇന്നും നിങ്ങളുടെ സ്മൃതിപഥത്തിൽ തെളിഞ്ഞു വരും. ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന സ്മരണയായി ആ നല്ല കാലം ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായും എല്ലാ വർഷവും സ്കൂൾ വാർഷികങ്ങൾക്ക്
ആ ഓർമ്മകളുമായി കടന്നു വരുന്ന ധാരാളം ആളുകളുണ്ടാവും. ഒരുപക്ഷെ അവരുടെ കുട്ടികൾ വിദ്യാർത്ഥികളായി സ്കൂളിൽ ഉണ്ടാവും, അല്ലെങ്കിൽ പേരമക്കളുണ്ടാവും. അപ്പൊ അവരൊക്കെ സ്കൂൾ വാർഷികത്തിന്റെ ഭാഗമാവാറുണ്ട്. തീർച്ചയായും ഇവിടെ അങ്ങനെ ഒരു സംഗമമാണ് ഇപ്പോ നടക്കുന്നത്. പിന്നെ ഇത് 75-ാം വാർഷികമാണ്. ഓരോ പൊതുവിദ്യാലയങ്ങളുടെയും വാർഷികങ്ങൾ അത് 75-ഉം പിന്നീട് നാളെ 100-ഉം 150-ഉം ഒക്കെയായി അങ്ങനെ വാർഷികം ആഘോഷിച്ച് കടന്നു പോകുമ്പോൾ അത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും ഒരു പൊതു കേന്ദ്രമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാവർക്കും തങ്ങളുടെ പ്രിയപ്പെട്ട ഓർമ്മകളുടെ ഒരു സങ്കേതമായി ഇത്തരം വിദ്യാലയങ്ങൾ മാറുകയാണ്. പൊതുവിദ്യാലയങ്ങളെ നമ്മൾ ശക്തിപ്പെടുത്തണം. ഞങ്ങളൊക്കെ എയ്ഡഡ് സ്കൂളുകളെയും സർക്കാർ സ്കൂളുകളെയും പരമാവധി സഹായിക്കാറുണ്ട്, വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഒരു വിദ്യാഭ്യാസ വിസ്ഫോടനത്തിന്റെ കാലഘട്ടമാണിത്. അധ്യാപകരുടെ റോള് പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർനെറ്റ് നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ മാറ്റം ചെറുതല്ല. നമ്മളൊക്കെ കുട്ടികളാകുമ്പോൾ കേട്ടിരുന്നത് 20 കൊല്ലം കഴിഞ്ഞാൽ ഇന്റർനെറ്റ് വരും, ലോകമാകെ മാറുമെന്നാണ്. അന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിൽ സർവ്വസാധാരണമാണ്. ഇന്റർനെറ്റ് വന്നു, മെയിലായി, അല്ലേ, വീഡിയോ കോളായി, മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന സൗകര്യങ്ങൾ ചെറുതല്ല. ലോകം ഒരു വിരൽത്തുമ്പിലാണ്. ഏത് സന്ദേശവും എവിടെ ഇരിക്കുന്ന ആളുകളും എപ്പോഴും വേണമെങ്കിലും കൈമാറാം. അപ്പൊ അങ്ങനെ വിവരസാങ്കേതിക വിദ്യ കൊണ്ടുണ്ടാക്കിയ മാറ്റങ്ങൾ ഏത് പ്രായം ചെന്നവരും ഇന്ന് അതിന്റെ ഗുണഭോക്താക്കളുമാണ്. മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഇപ്പോ നമുക്കിനി ഗ്രൂപ്പിൽ കാണാം എന്ന് പറയും. ചിലപ്പോൾ തിരക്കുണ്ടെങ്കിൽ വൈകുന്നേരം വിവരം ഗ്രൂപ്പിൽ പറയാം. ഏത് ഗ്രൂപ്പാ അത്? ഫാമിലി ഗ്രൂപ്പാണ്. ഒരമ്മയും അച്ഛനും മക്കളും അവർക്കൊരു ഗ്രൂപ്പാണ്. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടാൽ മതി. ഇതിങ്ങനെ സമയങ്ങളിൽ അവരാണ് തിരക്ക് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്ത് കേൾക്കാം. പിന്നെ കൂടി കൂടിയിട്ടുള്ള അച്ഛൻ്റെ മക്കളും അവരുടെ മക്കളും കൂടി വേറൊരു ഗ്രൂപ്പുണ്ട്. തറവാടിന്റെ പേരാ ഗ്രൂപ്പ്. മുത്തശ്ശിയൊക്കെ ആ ഗ്രൂപ്പിൽ സജീവമാണ്. കുട്ടിക്ക് പേരിടുന്നതും വിവാഹ നിശ്ചയം തീരുമാനിക്കുന്നതും അങ്ങനെ പല കുടുംബവിശേഷങ്ങളും ഗ്രൂപ്പുകളിലാണ്. ഞാൻ ഈ പറഞ്ഞ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അത് ഉപയോഗിക്കുന്നതിൽ അവർക്ക് യാതൊരു സങ്കോചവുമില്ല. അവർക്ക് ഒരു പക്ഷേ വലിയ വിദ്യാഭ്യാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു ടെക്നോളജി നാട്ടിൽ വ്യാപിക്കുമ്പോൾ എല്ലാവരും അതിന്റെ ഗുണഭോക്താക്കളാണ്. ഇന്ന് അതാണ് സ്ഥിതിയെങ്കിൽ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന എന്താ? ഒരു 20 കൊല്ലം കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രാജ്യത്ത് സാർവത്രികമാകും. നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് കുറെ യന്ത്രമനുഷ്യന്മാർ, വിവരവും വിവേചന ബുദ്ധിയുമുള്ള യന്ത്രങ്ങൾ, നിർമ്മത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി വരാൻ പോവുകയാണ്.